അപ്പം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാവേ. അതിനുവേണ്ടി നമുക്ക് വറ്റൽമുളക് കണ്ടോ, ഇത് നമുക്ക് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പം ഞാൻ മുളക് ചുട്ടെടുത്തിട്ട് വന്നിട്ട് വേറെ എൻ്റെ കൂടി ഇനി വെളുത്തുള്ളി ചുടാനുണ്ട്. പിന്നെ കറിവേപ്പിലയുണ്ട്, ചുവന്നുള്ളിയുണ്ട്. അതൊന്നും ചുടുന്നത് ഞാൻ കാണിക്കാവേ. അപ്പം നമുക്ക് ഉള്ളി ചുടാവേ. ഇനി ഓൾറെഡി ഇതാ മുളക് ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഉള്ളി ചുട്ടാലോ. ഉള്ളിയും ചുട്ട് മുളകും ചുട്ട് വെളുത്തുള്ളിയും കൂടെ ചുട്ടിട്ട് വാളംപുളിയും കൂടെ അങ്ങോട്ട് വെച്ച് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. പെട്ടെന്ന് സ്പീഡിൽ ചെയ്യപ്പെട്ടേ. അടിപൊളി ടേസ്റ്റ്. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. ചമ്മന്തി ഒരു ഉണക്കമീൻ വറുത്തതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കറികൾ വേണമെന്നൊന്നും നിർബന്ധമില്ല. ചൂടാ. ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതാ വെളുത്തുള്ളി. അപ്പം അതും കൂടെ നമുക്ക് ചുട്ടിട്ട് വരാം കേട്ടോ. അപ്പം ഇനി എല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ചമ്മന്തി അരച്ചിട്ട് നീ കാണിക്കാം കേട്ടോ. ചമ്മന്തി അരച്ചിട്ട്. അപ്പം ഇതാ മുളകൊക്കെ ചുട്ട്, ഉള്ളി ചുട്ടു, വെളുത്തുള്ളി ചുട്ടു, കറിവേപ്പില ഞാൻ പച്ചക്കിടുക കറിവേപ്പില, പിന്നെ ഒരു മുട്ടായിയുടെ അത്ര എന്നാ പറയുക വാളംപുളി. അപ്പം നമുക്ക് ഇതിനകത്ത് പൊട്ടിച്ചിടാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വറ്റൽമുളക് ചുട്ടിട്ട്, ഉള്ളി ചുട്ട്, വെളുത്തുള്ളി ചുട്ട്, കറിവേപ്പില, പുളി, ഉപ്പ് ഇത്രയും കൂടെ വെച്ച് ചമ്മന്തി അരച്ചിട്ട് പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല. പൊളി ടേസ്റ്റാണ്. അപ്പം ഞാനിത് അരച്ചോണ്ട് വരാം കേട്ടോ. അപ്പം ഇതാ ചമ്മന്തി റെഡി ആയിട്ടാണ്. നല്ല സൂപ്പർ ചമ്മന്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ചോറുണ്ണാൻ ബെസ്റ്റായിരിക്കും. അടിപൊളി സാധനമാണ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നാട്ടിൽ നിന്ന് പരുത്തിച്ച മുളകായത് വറ്റൽമുളക്. എൻ്റെ സഹോദരൻ വന്നപ്പം അവൻ കൊണ്ടുവന്നാണ്. ഓക്കെ, പൊളി ചമ്മന്തിയാണ്. ഇനി ഇതിനകത്ത് ഇച്ചിരി എണ്ണ കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ, വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയവേ വേണ്ട. ഇത് വേണം നമുക്ക് ചോറ് കഴിക്കാൻ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ടീക്കേ, എന്തൊക്കെയാണെന്ന് അറിയാം. വറ്റൽമുളക് ചുട്ടത്, ചെറിയ ഉള്ളി ചുട്ടു, വെളുത്തുള്ളി ചുട്ടു, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ നമ്മുടെ വാളംപുളി. ഇത്രയും ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അതിനെ നമ്മൾ മിക്സിക്കകത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.